ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടിഷ്യൂ വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ആണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു റോസ് ഫ്ലവർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് ഗ്ലാസ് വേണം, ടിഷ്യൂ മെയിനായിട്ട് വേണം, ടിഷ്യൂ അല്ലെങ്കിൽ പേപ്പറും മതി. പിന്നെ ഒരു പെയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈറ്റ് ഫ്ലവർ ഉണ്ട്, എന്നാൽ എനിക്കൊരു റോസ് ഫ്ലവർ ഇല്ല, അതുകൊണ്ട് റോസിന്റെ ലുക്ക് കിട്ടാൻ റെഡ് ആൻഡ് ഷെയ്ഡിൽ ഞാൻ എടുത്തതാണ് ആ കളറ്. അപ്പൊ ഇനി ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ടിഷ്യൂ മടക്കി എടുക്കണം. എല്ലാ ടിഷ്യൂസും ഇതുപോലെ തന്നെ നമുക്ക് മടക്കി എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ ടിഷ്യൂസും മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ വട്ടം വരയ്ക്കുകയാണ്, സർക്കിൾ വരയ്ക്കുകയാണ് ഫ്രണ്ട്സ്. ഗ്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സർക്കിളിന്റെ ഷേപ്പുള്ള എന്ത് സംഭവങ്ങളും വെച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ വരയ്ക്കാൻ. എനിക്ക് ഈ ഗ്ലാസ് വേണ്ടതുകൊണ്ട് ഈ ഗ്ലാസിന്റെ അതേ വലുപ്പത്തിൽ ഞാൻ വരച്ചെടുത്തതാണ്. അപ്പൊ എല്ലാവരും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് ഇനി കുറെ പണിയുണ്ട്. ഒന്നിൽ തന്നെ രണ്ടെണ്ണമുള്ള ടിഷ്യൂ ആണ്, അതുകൊണ്ട് രണ്ടെണ്ണം നേരിട്ട് ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാക്കി ഒട്ടിക്കണം. അത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അങ്ങനെ തന്നെയാണ് നല്ല പറയല്. എന്തായാലും അത് നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വെറുതെ ട്രയൽ ചെയ്തേക്കാണ്, ഗമ്മൊന്നും ഒട്ടിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഗമ്മ് ഞാൻ മാറിയാണ് എടുത്തത്. എന്തെന്ന് വെച്ചാൽ മാറിയല്ല, എൻ്റെ കയ്യിൽ ലിക്വിഡ് ഗം ഇല്ല, എൻ്റെ കയ്യിൽ സ്റ്റിക്കി ഗമ്മാണുള്ളത്. അതുകൊണ്ട് എൻ്റെ ടിഷ്യൂലൊന്നും ആ സ്റ്റിക്കി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര പണിയാണ് എനിക്ക് കിട്ടിയത്. ഒന്നാമത് ടിഷ്യൂ തന്നെ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോഴാണ് ഗമ്മും കൂടി ഒരു കളി കളിച്ചു എല്ലാവരും കൂടിയിട്ട്. കണ്ടോ നിങ്ങൾ? ഇത് എങ്ങനെയോ കൈയൊക്കെ പിടിച്ച് എൻ്റെ കയ്യിൽ കുറെ ടിഷ്യൂ ഒട്ടി പിടിച്ചിട്ടുണ്ട് ഇനി. അപ്പൊ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത്. ഫസ്റ്റത്തെ 1 ലെയറിൽ ഞാൻ ഗമ്മ് യൂസ് ചെയ്തില്ല, പിന്നീടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമുക്ക് അവസാനം വരെ ചെയ്യണം ഫ്രണ്ട്സ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് പുറത്തേക്ക് എടുക്കാം, അതാണ് അവസ്ഥ. അപ്പൊ ഫ്രണ്ട്സ്, ഇനിയുണ്ട് ഇത്രത്തോളം കഴിയാൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ടിഷ്യൂ ഇതാവുന്നത്. കണ്ടോ? ഇതുപോലെ ആകുന്നതുകൊണ്ട് നമുക്കൊന്നാവാതെ അവിടെ മുഴുവൻ ഒട്ടിപ്പിടിച്ച്. ഞാൻ ബാൽക്കണിയിലാണ് വെക്കുന്നത് ഗമ്മ്. ഞാൻ ഉള്ളിലോട്ട് ബാൽക്കണി ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ബാൽക്കണിക്ക് നല്ല വെയിലടിക്കുന്നതുകൊണ്ട് അത് കുറച്ച് ടൈറ്റ് ആവും. പിന്നെ ഞാൻ AC-യിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ ലൂസാവും. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത് അങ്ങനത്തെ സ്വഭാവം. അല്ലാത്തതും അങ്ങനെ തന്നെ ആവുക, പക്ഷെ എന്നാലും ഒരുമാതിരി സ്വഭാവമാണ് അത് എന്നോട് പെരുമാറുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇത് പുറത്തോട്ട് എടുക്കണം. അതിനായിട്ട് എനിക്ക് കിട്ടുന്ന, ഞാൻ ഫസ്റ്റ് ലെയറിൽ ഗമ്മൊന്നും ആക്കാത്തതാണ്, എന്നിട്ടും അതവിടെ സ്റ്റിക്കി ആയിട്ട് നിൽക്കണം. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് പുറത്തോട്ട് ഫുള്ള് ചെയ്ത് നോക്കി. പിന്നെ പെയിന്റ് ബ്രഷ് ഔട്ട് ചെയ്ത് കൈ കൊണ്ട് എത്ര പ്രാവശ്യം ചെയ്തതെന്നൊരു എണ്ണമില്ല. അപ്പൊ എന്തായാലും ഇനി നമുക്ക് പുറത്തെടുത്തിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ പുറത്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്ലവറിന് നല്ല ഭംഗിയുണ്ട് വൈറ്റിനെന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. എന്തെന്ന് വെച്ചാല് ആ റെഡ് കൊടുത്ത് മുഴുവൻ തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ ഇത്. അപ്പൊ ഞാൻ ഇത് ഇനിയൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന സ്പോഞ്ചിൽ ഡബ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ആദ്യം പെയിന്റ് കൊടുത്ത് വെച്ച വെള്ളമാണ് ഫ്രണ്ട്സ്, അതാണ് കേട്ടോ, പർപ്പിൾ കളറില്, ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗ്യം ഞാൻ അതങ്ങനെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ സ്പ്രേ ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ച് സ്പ്രേ ചെയ്തു, അതാണ് എൻ്റെ സ്പ്രേ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഭംഗിയൊന്നുമില്ല കളറാക്കിയപ്പം, അല്ലാതെ ആയിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.